ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെഡ്ലോക്ക് ഡിറ്റക്ഷൻ ആണ്. ഓൾറെഡി നമ്മൾ മെത്തേഡ്സ് ഫോർ ഹാൻഡ്ലിംഗ് ഡെഡ്ലോക്കിൽ ഡെഡ്ലോക്ക് അവോയ്ഡൻസ് പഠിച്ചു. അതിൻ്റെ അകത്തുള്ള ബാങ്കേഴ്സ് അൽഗോരിതം പഠിച്ചു. ഫസ്റ്റ് ഇസ് ഡെഡ്ലോക്ക് പ്രിവെൻഷൻ പഠിച്ചു, ദെൻ ഡെഡ്ലോക്ക് അവോയ്ഡൻസ് പഠിച്ചു. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡീൽ ദ ഡെഡ്ലോക്ക് ഡിറ്റക്ഷൻ. ഡെഡ്ലോക്ക് ഉണ്ടോ ഇല്ലെന്ന് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്യും. ഓക്കെ, സോ ഡിറ്റക്ഷൻ ഈ വീഡിയോ നമുക്ക് ഡെഡ്ലോക്ക് ഡിറ്റക്ഷൻ നോക്കാം. ഇവിടെ ബാങ്കേഴ്സ് അൽഗോരിതം പോലെ ഇവിടെ ഡിറ്റക്ഷൻ അൽഗോരിതം ഉണ്ട്. ഓക്കെ, എന്താണെന്ന് നോക്കാം. ഇഫ് ഈ സിസ്റ്റം ഡസ് നോട്ട് എംപ്ലോയ് ഐദർ ഒരു ഡെഡ്ലോക്ക് പ്രിവെൻഷനും ഡെഡ്ലോക്ക് അവോയ്ഡൻസും അൽഗോരിതത്തിലും സിസ്റ്റത്തിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഡ്ലോക്ക് സിറ്റുവേഷൻ എന്തായാലും ഒക്കർ ചെയ്യും. ആ ഒരു എൻവയോൺമെൻറ്റിൽ സിസ്റ്റം എന്ത് ചെയ്യണം? ഒരു അൽഗോരിതം പ്രൊവൈഡ് ചെയ്യണം, അല്ലേ? സിസ്റ്റത്തിന് ഒരു അൽഗോരിതം പ്രൊവൈഡ് ചെയ്യണം. അതെന്ത് ചെയ്യണം? ദാറ്റ് എക്സാമിൻസ് ദ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം ടു ആ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റത്തിനെ ഡിറ്റർമൈൻ ചെയ്യും വെദർ ദ ഡെഡ്ലോക്ക് ഈസ് ഒക്കേർഡ് ഓർ നോട്ട്. ഓക്കെ, അതും വേണം. പിന്നെ അങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്യുവാണെങ്കിൽ ദ അൽഗോരിതം വേണം ടു റിക്കവർ ഫ്രം ദ ഡെഡ്ലോക്ക്. സോ ഈ ഡെഡ്ലോക്ക് പ്രിവെൻഷനും ഡെഡ്ലോക്ക് അവോയ്ഡൻസ് അൽഗോരിതത്തിലും നിന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സിസ്റ്റം മേ പ്രൊവൈഡ് എൻ അൽഗോരിതം, ഡെഡ്ലോക്ക് ഡിറ്റക്ഷൻ അൽഗോരിതം, ടു ഡിക്റ്റേറ്റ് വെദർ ദ ഡെഡ്ലോക്ക് ഹാസ് ഒക്കേർഡ് ഓർ നോട്ട്. ദെൻ once deadlock occurred, how to recover from the deadlock. ഓക്കെ, സോ നമുക്ക് ഡെഡ്ലോക്ക് ഡിറ്റക്ഷൻ അൽഗോരിതം നമ്മൾ പ്രിവെൻഷനിൽ പോലെ 2 ടൈപ്പ് പഠിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഡെഡ്ലോക്ക് അവോയ്ഡൻസ് അൽഗോരിതത്തിൽ നമ്മൾ 2 ടൈപ്സ് ഓഫ് അൽഗോരിതംസ് പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഫോർ സിംഗിൾ റിസോഴ്സ് ടൈപ്പും ഫോർ സിംഗിൾ ഇൻസ്റ്റൻസ് റിസോഴ്സ് ടൈപ്പ് ആൻഡ് ഫോർ മൾട്ടിപ്പിൾ റിസോഴ്സ് ഇൻസ്റ്റൻസ് ടൈപ്സ്. സിംഗിൾ ഇൻസ്റ്റൻറ്റ് ടൈപ്പിൽ നമ്മൾ നോക്കുന്നത് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് അൽഗോരിതം ആണ്. മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസ് റിസോഴ്സ് ടൈപ്പ് ആണെങ്കിൽ വിൽ ബി യൂസിങ് ബാങ്കേഴ്സ് അൽഗോരിതം. ഇവിടെ അതേപോലെ തന്നെ ഡെഡ്ലോക്ക് ഡിറ്റക്ഷൻ ഇൻ സിംഗിൾ ഇൻസ്റ്റൻസ് ഓഫ് ഈച്ച് റിസോഴ്സ് ടൈപ്പ് ആണെങ്കിൽ നമ്മൾ ഏത് മെത്തേഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ഫോർ ഗ്രാഫ് എന്ന മെത്തേഡ് വെച്ചിട്ടാണ്, വെയിറ്റ് ഫോർ ഗ്രാഫ് എന്ന ഒരു ഗ്രാഫ് വെച്ചിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വെദർ ഡെഡ്ലോക്ക് ആസ് ഡിറ്റക്റ്റഡ് ഓർ നോട്ട്. Similarly, detection idepole several instances of a resource type, we will be using the deadlock detection algorithm. So here in deadlock detection method, 2 algorithms are used. First 2 methods are used. First, for detecting a deadlock in a system having single instance resource type we will be using wait for graph method. Then second method, that is to detect the deadlock in a system having several instance resource type, we will be having a deadlock detection algorithm which is similar to the Banger's algorithm. Okay, സോ നമുക്ക് ആദ്യം നോക്കാം ഡെഡ്ലോക്ക് ഡിറ്റക്ഷൻ ഇൻ എ സിംഗിൾ ഇൻസ്റ്റൻസ് ഓഫ് ഈച്ച് റിസോഴ്സ് ടൈപ്പ്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ വെയിറ്റ് ഫോർ ഗ്രാഫ് എന്ന് പറഞ്ഞൊരു പുതിയൊരു മെത്തേഡാണ്. ആക്ച്വലി വെയിറ്റ് ഫോർ ഗ്രാഫ് മീൻസ് ഇറ്റ്സ് എ വേരിയൻറ്റ് ഓഫ് ദ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ്. Okay, if the resources are having only a single instance, we can define the deadlock detection algorithm that uses a variant of റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ്. റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിൻ്റെ ഒരു വേരിയൻ്റായ വെയിറ്റ് ഫോർ ഗ്രാഫ് വെച്ചിട്ടാണ് വി വിൽ ബി ഡിറ്റക്റ്റിംഗ് whether the deadlock is occurred in the system or not. Okay, so what is this wait for graph? Important ആണ് wait for graph. Okay, how to obtain this graph? We can obtain this graph from the resource allocation graph by removing the resource nodes and collapsing the appropriate edges. ഈ വെയിറ്റ് ഫോർ ഗ്രാഫിൽ ഇവിടെ പ്രോസസ്സസ് തമ്മിലാണ് കണക്ഷൻ കൊടുക്കുന്നത്. അത് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കേ, ഇത് നമ്മുടെ റിസോഴ്സ് അലോക്കേഷൻ. ഫിഗർ എ ഇസ് എ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് ആൻഡ് ദ കറസ്പോണ്ടിങ് ഈ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിൽ നിന്നാണ് നമ്മൾ വെയിറ്റ് ഫോർ ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഒരു പ്രോസസ്സ്, ഇഫ് പി ഐ എന്നുള്ളൊരു പ്രോസസ്സ് ആർ ജെ എന്ന് പറയുന്ന റിസോഴ്സിനെ റിക്വസ്റ്റ് ചെയ്യാണ് ആൻഡ് ആർ ജെ എന്ന് പറയുന്ന റിസോഴ്സ് പി ജെ എന്ന് പറയുന്ന പ്രോസസ്സിനെ അസൈൻ ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം നമുക്ക് എന്ത് പറയാം? നമുക്ക് പറയാം പി ഐ ടു പി ജെ എന്നൊരു എഡ്ജ് വെയിറ്റ് ഫോർ ഗ്രാഫിൽ ഉണ്ടാവും. ഇത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആക്ച്വലി ഇങ്ങനത്തെ ഒരു ഗ്രാഫ് തിയറിയിലൊക്കെ ഒരു ഇക്വേഷൻസ് പോലെ പഠിച്ചിട്ടുണ്ട് അല്ലേ? സംതിങ് ട്രാൻസിറ്റീവ് റിലേഷൻ ഐ തിങ്ക്. ഇപ്പം എ ടു ബി ആണെങ്കിൽ
ദെൻ ബി ടു സി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഡെഫിനറ്റ്ലി വി ക്യാൻ സേ ദാറ്റ് എ ടു സി. അതേപോലെ തന്നെ ഇഫ് പി ഐ ടു ആർ ജെ ആൻഡ് ആർ ജെ ടു പി ജെ ഉണ്ടെങ്കിൽ പി ഐ ടു പി ജെ എന്ന് പറഞ്ഞൊരു എഡ്ജ് വെയിറ്റ് ഫോർ ഗ്രാഫിൽ കാണും. നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ, P1 to R1, R1 to P2, okay, then P2 to P1 to R1, then R1 to P2. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് എഡ്ജ് ഉണ്ടാവും? P1 to P2 എഡ്ജ് ഉണ്ടാവും. ആ എഡ്ജ് ഇവിടെ ഉണ്ടാവും, നോക്കിക്കേ. യെസ്, P1 to P2. സിമിലർലി വേറെ ഒരു എഡ്ജ് ഉണ്ടാവും, നമുക്ക് നോക്കാം. ദെൻ യെസ്, P4 to R2, then R2 to P1. അങ്ങനെയാണെങ്കിൽ P4 to, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് എഡ്ജ് ഉണ്ടാവും ഇവിടെ? യെസ്, P1 to P4 എഡ്ജ് ഉണ്ടാകും. സോറി, P4 to P1 എഡ്ജ്. ദാറ്റ് ഇസ് P4 to P1 എഡ്ജ്. കാരണം സ്റ്റാർട്ട് നമ്മൾ ഇവിടെ നിന്നല്ലേ. P4 to R2, then R2 to P1 ആണെങ്കിൽ P4 to R1 എന്ന് പറഞ്ഞ എഡ്ജ് ഉണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിൽ നിന്ന് നമുക്ക് വെയിറ്റ് ഫോർ ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇഫ് ദർ എക്സിസ്റ്റ് സൈക്കിൾ ഇൻ വെയിറ്റ് ഫോർ ഗ്രാഫ്, എ ഡെഡ്ലോക്ക് ഇസ് ഡിറ്റക്റ്റഡ് ദർ. സോ അപ്പോൾ ഞാൻ പറയുന്നു, ഇഫ് ദിസ് വെയിറ്റ് ഫോർ ഗ്രാഫ് കണ്ടെയ്ൻസ് എ സൈക്കിൾ, ഡെഫിനറ്റ്ലി വി ക്യാൻ സേ ദാറ്റ് എ ഡെഡ്ലോക്ക് ഇസ് ഡിറ്റക്റ്റഡ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഡെഡ്ലോക്ക് എക്സിസ്റ്റ് ഇൻ ദ സിസ്റ്റം ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ വെയിറ്റ് ഫോർ ഗ്രാഫ് contains a cycle. To detect the deadlock, the system needs to maintain the wait for graph and periodically invoke an algorithm that searches for a cycle in the graph. Okay, അപ്പോൾ നമുക്ക് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അതിനെ വെയിറ്റ് ഫോർ ഗ്രാഫ് ആക്കുക. ആ വെയിറ്റ് ഫോർ ഗ്രാഫിനെ നമുക്ക് ഇഫ് ദ വെയിറ്റ് ഫോർ ഗ്രാഫ് കണ്ടെയ്ൻ സൈക്കിൾ, ഡെഡ്ലോക്ക് എക്സിസ്റ്റ് ഇൻ ദ സിസ്റ്റം. ഓക്കെ, ഒരു പോയിന്റ് കൂടെ ഞാൻ ഇവിടെ പറയാം. An algorithm to detect the cycle in a graph requires an order of n square operations, where n is the number of vertices in the graph. ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെച്ചേക്കുക ഈ പോയിന്റ് കേട്ടോ. ഒരു സൈക്കിൾ ഗ്രാഫിൽ ഡിറ്റക്ട് ചെയ്യുന്ന അൽഗോരിതം വിച്ച് റിക്വയർസ് n square operation, where n is the number of vertices in the graph. Next we are going to discuss the several instances of a resource type. If a system has a resource type having several instances, ഈ ഒരു വെയിറ്റ് ഫോർ ഗ്രാഫ് വെച്ചിട്ട് നമുക്കത് എംപ്ലോയ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, വെയിറ്റ് ഫോർ ഗ്രാഫ് സ്കീം ഇസ് നോട്ട് ആപ്ലിക്കബിൾ. വെയിറ്റ് ഫോർ ഗ്രാഫ് ഇസ് നോട്ട് ആപ്ലിക്കബിൾ. സോ ഡിറ്റക്ഷൻ അൽഗോരിതം ഇസ് ആപ്ലിക്കബിൾ ടു സച്ച് എ സിസ്റ്റം. അപ്പോൾ ഡിറ്റക്ഷൻ അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സിമിലർ ടു അവർ ബാങ്കേഴ്സ് അൽഗോരിതം. നമ്മൾ ബാങ്കേഴ്സ് അൽഗോരിതത്തിൽ യൂസ് ചെയ്ത ഡേറ്റ സ്ട്രക്ചേഴ്സ് തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. വൺ മോർ തിങ്, ഓക്കെ, അവൈലബിൾ which indicates a number of available resources of each type, then allocation, then request. ഇവിടെ ഒരു നമ്മളൊരു എക്സ്ട്രാ ഒരു ഒരു ഡേറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി എക്സ്ട്രാ ഡേറ്റ സ്ട്രക്ചർ എന്നല്ല, നമുക്ക് റിക്വസ്റ്റ് റിസോഴ്സ് അൽഗോരിതത്തിൽ നമ്മളിത് കണ്ടതാണ് റിക്വസ്റ്റ് അല്ലേ. ഇവിടെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡേറ്റ സ്ട്രക്ചർ ഇൻഡിക്കേറ്റ്സ് എ കറണ്ട് റിക്വസ്റ്റ് ഓഫ് ഈച്ച് പ്രോസസ്. ഓരോ പ്രോസസ്സിൻ്റെ കറണ്ട് റിക്വസ്റ്റ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ request of ij is equal to k means the process is requesting k more instances of resource type rj. Okay, അപ്പോൾ ഡിറ്റക്ഷൻ അൽഗോരിതം നമുക്ക് പഠിക്കാനുണ്ട്. ജസ്റ്റ് ഈ നമുക്ക് ബാങ്കേഴ്സ് അൽഗോരിതം അറിയാമെങ്കിൽ ഡിറ്റക്ഷൻ അൽഗോരിതം പഠിക്കാൻ ഈസിയാണ്. ഇവിടെയും വർക്കും ഫിനിഷ് എന്ന് പറഞ്ഞ രണ്ട് വേരിയബിൾസ് ഉണ്ട്. ഓക്കെ, then ആദ്യം initialize work is equal to available and allocation is if allocation is not equal to 0 and then finish of I is equal to false. Finish of I ഇവിടെയും false ആക്കി വെക്കുക. allocation is equal to 0 ആണ്, finish of I നമ്മൾ true ആക്കി വെക്കുക. ഓക്കെ, ഇനി നമ്മൾ അവിടെ പോലെ തന്നെ find an index I such that both finish of I is equal to false ഉം അവിടെ നമ്മൾ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? യെസ്, need is less than or equal to work. ഇവിടെ needed വരെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചർ ചെയ്താൽ റിക്വസ്റ്റ്, അങ്ങനെ ഓർത്താൽ മതി. റിക്വസ്റ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്ക് ആണെങ്കിൽ, ഇങ്ങനെ ഒരു ഐ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വർക്കിൻ്റെ വാല്യൂ വിൽ ബി അപ്ഡേറ്റഡ് ആസ് സെയിം ആസ് ഇൻ ബാങ്കേഴ്സ് അൽഗോരിതം, വർക്ക് പ്ലസ് അലോക്കേഷൻ. ദെൻ ഫിനിഷ് ഓഫ് ഐ ട്രൂ ആക്കുക. ദെൻ ഗോ ടു സ്റ്റെപ്പ് ടു ഇതിങ്ങനെ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യും. ഇഫ് നോ സച്ച് ഐ എക്സിസ്റ്റ്, അങ്ങനത്തെ ഒരു ഐ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് 4 പോയിട്ട് ഫിനിഷ് ഓഫ് ഐ ഫോൾസ് ആക്കി വെക്കും. ഓക്കെ, ഐ ഈസ് ഈക്വൽ ടു ഏതെങ്കിലും ഒരു പ്രോസസ്സിൽ ഫിനിഷ് ഓഫ് ഐ ഫോൾസ് ആണെങ്കിൽ, ഏതെങ്കിലും ഇപ്പോൾ ട്രൂ ആക്കിയല്ലേ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോസസ്സ് ഫിനിഷ് ഓഫ് ഐ ഫോൾസ് ആണെങ്കിൽ നമുക്ക് പറയാം സിസ്റ്റം ഈസ് ഇൻ ഡെഡ്ലോക്ക്ഡ് സ്റ്റേറ്റ്.
ഓക്കെ, അതായത് ഇപ്പോൾ ഏത് പ്രോസസ്സാണ്, ഇപ്പം ഏത് പ്രോസസ്സിൻ്റെ ഫിനിഷ് ഓഫ് ഐ ആണ് ഫോൾസ് ആവുന്നത്, ആ പ്രോസസ്സാണ് ഡെഡ് ലോക്ക്ഡ് ആവുന്നത്. ഓക്കെ, നമുക്ക് പറയാം സിസ്റ്റം ഓൾട്ടർ ദ സിസ്റ്റം ഈസ് ഇൻ ഡെഡ് ലോക്ക്ഡ് സ്റ്റേറ്റ്. അപ്പോൾ ഈ ഒരു ഡിറ്റക്ഷൻ അൽഗോരിതത്തിൽ ഇറ്റ് റിക്വയർസ് എൻ ഓർഡർ ഓഫ് ബിഗ് ഓഫ് എം ഇൻറ്റു എൻ സ്ക്വയർ. വെയിറ്റ് ഫോർ ഗ്രാഫിൻ്റെ ആണെങ്കിൽ എൻ സ്ക്വയർ ആണ്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ബിഗ് ഓഫ് എം ഇൻറ്റു എൻ സ്ക്വയർ ഓപ്പറേഷൻ ടു ഡിറ്റക്ട് വെദർ ദ സിസ്റ്റം ഈസ് ഇൻ ഡെഡ് ലോക്ക്ഡ് സ്റ്റേറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ. അപ്പോൾ ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ ഇത്രയേ ഉള്ളൂ. ഡിറ്റക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അവോയ്ഡൻസും പ്രിവെൻഷനും സിസ്റ്റത്തിന് എംപ്ലോയ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഡെഡ് ലോക്ക് സിറ്റുവേഷൻ ഒക്കർ ചെയ്യും. ആ ഒരു കേസിൽ ഒരു algorithm which examines the state of the system to determine whether a deadlock has occurred or not. അത് രണ്ട് ടൈപ്സ് ഓഫ് ഇതുണ്ട്. സിംഗിൾ ഇൻസ്റ്റൻസ് ഓഫ് ഈച്ച് റിസോഴ്സ് ടൈപ്പ് ഉണ്ട്, മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസ് ഓഫ് ഈച്ച് റിസോഴ്സ് ടൈപ്പ് ഉണ്ട്. സിംഗിൾ ഇൻസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് വെയിറ്റ് ഫോർ ഗ്രാഫ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. വെയിറ്റ് ഫോർ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിൽ ഇപ്പോൾ ഒരു പ്രോസസ് P1 to RJ ഉണ്ട്, ദെൻ RJ to P2 ഉണ്ടെങ്കിൽ ദെൻ P1 to P2 എന്നൊരു എഡ്ജ് വെയിറ്റ് ഫോർ ഗ്രാഫിലുണ്ടാവും. റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിൽ നിന്നും വെയിറ്റ് ഫോർ ഗ്രാഫ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇഫ് ദാറ്റ് വെയിറ്റ് ഫോർ ഗ്രാഫ് ഡിറ്റക്ട്സ് എ സൈക്കിൾ ദെൻ ദ ഡെഡ് ലോക്ക് എക്സിസ്റ്റ് ഇൻ ദ സിസ്റ്റം എന്ന് നമുക്ക് പറയാം. ഓക്കെ, ബട്ട് ഈ ഒരു മെത്തേഡ് നമുക്ക് മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസസ് ഓഫ് റിസോഴ്സ് ടൈപ്പിൽ വർക്ക് ചെയ്യത്തില്ല. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ അൽഗോരിതമാണ്, വിച്ച് ഇസ് സിമിലർ ടു ദ ബാങ്കേഴ്സ് അൽഗോരിതം ഇൻ ഡെഡ് ലോക്ക് അവോയ്ഡൻസ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ പറയുന്നത് നമ്മൾ സെയിം ഡേറ്റ സ്ട്രക്ചേഴ്സ് തന്നെയാണ്. അപ്പോൾ നമ്മൾ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡേറ്റ സ്ട്രക്ചറും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ആ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡേറ്റ സ്ട്രക്ചർ വെച്ചിട്ട് വി വിൽ ബി ഫൈൻഡിങ് ഇഫ് ഓൾ ദ ഫിനിഷ് ഓഫ് ഐ ഇസ് ട്രൂ ദ സിസ്റ്റം വിൽ നെവർ ഡിറ്റക്ട് ദ deadlock. But if the finish of I process Pi is false, then we can say that Pi is in deadlocked state. So whole the system is in deadlocked state. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡെഡ് ഡിറ്റക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാൻ പോകുന്ന ഡെഡ് ലോക്ക് റിക്കവറി. ഡെഡ് ലോക്ക് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൗ വി ക്യാൻ recover from that situation. Okay, thank you.